പറ്റി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഇവിടെ സംസാരിച്ചത്. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മനസ്സ് തന്നെയാണത്. ആ വാക്കിനോടും മനസ്സിനോടും ചേർന്ന് നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞു. സംസ്ഥാന ദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെ വടകരയുടെ തെരഞ്ഞെടുപ്പ് തൊട്ട് കാഫർ വരെയുള്ള എല്ലാ കാര്യങ്ങളും, സമകാലിക സംഭവവികാസങ്ങളിലേക്ക് പ്രിയപ്പെട്ട പി കെ ഫിറോസും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ട പാറക്കൽ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ സംബന്ധിച്ച് പ്രിയപ്പെട്ട പ്രവീണും സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിനി ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു പ്രസംഗത്തെക്കാൾ കൂടുതൽ നിങ്ങളെല്ലാവരും കാണാനും പരസ്പരം ഒന്ന് കാണാനും പരിചയപ്പെടാനൊക്കെയുള്ള ഒരു വേദിയായിട്ട് കൂടിയാണ് ഈ സ്നേഹസംഗമത്തെ ഞാൻ കാണുന്നത്. ഞാൻ പാർലമെന്റ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇതാദ്യമായിട്ടാണ് വിദേശത്തൊരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുന്നത്. അത് അബുദാബിയിലാണ്. അത് KMCCയുടെ പരിപാടിയാണ്. ഞാൻ പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഈ പരിപാടികളെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഖത്തറിൽ പോകും. ഖത്തറിലെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അബുദാബി വരും. അബുദാബി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷാർജയിൽ പോകും. ഇതാണ് ആദ്യത്തെ ചർച്ച. പിന്നെ വിളിച്ചു പറഞ്ഞിട്ട് ദുബായിൽ പരിപാടി ഇല്ല. ഇപ്പൊ ദുബായിൽ പരിപാടി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ പെർമിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അബുദാബിയിൽ പരിപാടി ഇല്ല. അപ്പോൾ ഞാൻ ഖത്തറിൽ വിളിച്ചു പറഞ്ഞു, അബുദാബിയിലും ദുബായിലും ഇപ്പൊ പരിപാടി ഇല്ല, നമ്മുടെ പരിപാടിയും കൂടി ഒന്ന് മാറ്റിയാലോ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, യെസ് മാറ്റാം. അടുത്ത പരിപാടി അവരുടെ പരിപാടി ഒക്ടോബർ 4 അവർ മാറ്റാൻ തീരുമാനിച്ചു. അത് മാറ്റി യോഗം ചേർന്ന് തീരുമാനം അറിയിച്ച ശേഷമാണ് പ്രിയപ്പെട്ട ചെയർമാനും അതുപോലെ തന്നെ പ്രവീണേട്ടനും വിളിച്ചിട്ട് പറയുന്നത്, അതെ പെർമിഷൻ കിട്ടി, അബുദാബിയിൽ പരിപാടി ഉണ്ടാകുമെന്ന്. അപ്പൊ ഞാൻ ഖത്തറേരെ വിളിച്ചപ്പോൾ പറഞ്ഞു, വല്ലാത്തൊരു ചെയ്ത്താണ് നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്നത്. നിങ്ങൾ ജയിച്ചിട്ട് ഇവിടെ ആദ്യം വരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് നിങ്ങളെന്നെ പരിപാടി മാറ്റാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ചിലപ്പം ഷാർജയിൽ പരിപാടി ഇല്ല, കാരണം അത് വേണ്ടാന്ന് തീരുമാനിച്ചു, അബുദാബിയിലെ പരിപാടി ഉള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ വരുന്നതിനെ സംബന്ധിച്ചൊന്ന് ആലോചിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ വിളിച്ചിട്ട് പറഞ്ഞല്ല, ഷാർജയിലും പരിപാടിയുണ്ട്. അപ്പൊ പല കൺഫ്യൂഷൻസിലൂടെ കടന്നു പോയിട്ട് അവസാനം ഇത് യാഥാർത്ഥ്യമായി. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനുള്ള ചാരിതാർത്ഥ്യം മറച്ചു വെക്കുന്നില്ല. എന്റെയും വടകരയുടെയും സ്നേഹാശംസകൾ ഈ സംഗമത്തിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനവിടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പ്രവേട്ടം സൂചിപ്പിച്ചൊരു പ്രധാന കാര്യം, എനിക്ക് എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ എന്റെ പൊതുജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോൺ കോളുകൾ വിദേശത്ത് നിന്ന് എനിക്ക് വന്നത് എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് ഒരു ചർച്ച ആരംഭിക്കുകയും അത് പ്രഖ്യാപിക്കുന്നത് വരെയും ഞാൻ വടകരയിൽ എത്തുന്നത് വരെയുള്ള ഒരു സമയത്തിനടക്കാണ്. ആ സമയത്തിനിടക്ക് പാലക്കാട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അങ്ങനെ പോകരുത് എന്നോട് പറഞ്ഞു. ആ വിളിച്ച് എന്നോട് പറയുന്നിടത്തോളം ഞാനും ആളുകളെ വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ ഞാൻ ഇതിൽ വിളിക്കാത്ത ആരുമില്ല. ഞാൻ പ്രവീണേട്ടനെ വിളിച്ചത്, എന്നെ ഇങ്ങടെ വിളിച്ചത്, പിന്നെ അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ എന്നെ വിളിച്ചു. അപ്പൊ പുള്ളി സന്തോഷം പറയാനാണ് വിളിക്കുന്നത്, ഞാൻ ഒഴിവാക്കണം എന്ന് പറയാനാണ് ഫോൺ എടുക്കുന്നത്. ഞാൻ ചെയർമാനെ വിളിച്ചു, പുള്ളിയും സന്തോഷം പറയാനാണ് വിളിക്കുന്നത്, ഞാൻ ഒഴിവാക്കണം എന്ന് പറയാനാണ്. ഞാൻ എനിക്കറിയാവുന്ന എല്ലാവരും വിളിച്ച് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടായ ഇൻസിഡന്റിനോട് അപ്പൊ അങ്ങനെ പ്രതികരിക്കാനാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തുമ്പോൾ അതിൽ നിന്ന് ഈ മാറ്റം, നേരത്തെ ഭക്ഷണത്തിന്റെ കാര്യവും PK പറയുണ്ടായി, അതിനിപ്പോ ഞാൻ MP ആവുന്നൊന്നുമില്ല, ഞാൻ അല്ലാണ്ടേ വടകരയിൽ അത്യാവശ്യം കാര്യത്തിന് വന്നിരുന്നു എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. പാറക്കൽ അമ്പതൊക്കെ കിട്ടുന്ന ലാഭത്തിൽ ഒരു പങ്ക് എന്റേതാണ് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ബ്രാൻഡ് അംബാസഡർ പോലെ പറഞ്ഞെടുക്കുകയായിരുന്നു അവിടുത്തെ സാധനങ്ങളെ പറ്റി കേരളത്തിൽ എമ്പാടും ചെയർമാനോട് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ തീരുമാനം എടുക്കുന്നതിന്റെ പിന്നില് ഒരു എന്റെ തീരുമാനമല്ല, പാർട്ടി തീരുമാനമാണ്. ഞാൻ അവസാനം എന്നാ ശരി എന്ന് ഞാൻ പറഞ്ഞിട്ടല്ല, എന്നോട് അവസാനം പറഞ്ഞത്, വി ഡിഡ്ന്റ് കോൾ ടു ഡിസ്കസ് വിത്ത് യു, വി ആർ ഇൻഫോമിംഗ് യു ദ പാർട്ടി ഡിസിഷൻ. ചർച്ച ചെയ്യാൻ വിളിച്ചതല്ല, പാർട്ടി തീരുമാനം അറിയിക്കാൻ വിളിച്ചതാണെന്നാണ് അവസാനം എന്നോട് പറഞ്ഞ വാചകം. അപ്പൊ പാർട്ടി തീരുമാനമാണ്, നമ്മളൊക്കെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ആ തീരുമാനം അംഗീകരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പൊ പാർട്ടി തീരുമാനം അതങ്ങനെ വരുമ്പോഴും എന്റെ അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ വടകരയിൽ വന്ന് ഇറങ്ങുന്നത് വരെയും ഈ ഒരു തീരുമാനം യാഥാർത്ഥ്യമാകുമെന്ന് അറിയാത്ത സമയവും എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്ന്, ഏറ്റവും കൂടുതൽ എൻകറേജ്മെന്റ് തന്ന്, ഏറ്റവും കൂടുതൽ അവിടെ വരണം,
മത്സരിക്കണമെന്ന് പറഞ്ഞ്, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ്, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് കരുത്തും പിൻബലവും തന്നത് ഇവിടുത്തെ പ്രവാസി സഹോദരങ്ങളാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അതുപോലെ എനിക്ക് ഫോൺ കോളുകൾ, അതുപോലെ എനിക്ക് മെസ്സേജുകൾ, അതുപോലെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ. അപ്പം ആ സമയം തൊട്ട് ഇതുവരെയുള്ള ഈ ഒരു ചേഞ്ചിന് ശേഷം ഉണ്ടായ കാര്യങ്ങളിൽ നിങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണ വളരെ വലുതാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, പ്രവാസികളുടെ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ച അവസാനത്തെ ആളോ ആദ്യത്തെ ആളോ ഞാനല്ല. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന മുഴുവൻ എംപിമാരും അവരെ കൊണ്ടാവും വിധം ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവിടെ പോരാടുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലക്ക് ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങളിൽ ഒന്നിലേക്ക് കൂടുതൽ ശ്രദ്ധ വന്നു എന്നുള്ളത് ശരിയായിരിക്കാം. അതിന്റെ അർത്ഥം വേറെ ആരും അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം വേറെ ആരും അതിൽ ഇടപെടുന്നില്ല എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം വേറെ ആരും അതിന് നിലപാടെടുക്കുന്നില്ല എന്നുള്ളതല്ല. എല്ലാവരും ഒരേ സ്വരത്തിലും എല്ലാവരും ഒരേ തരത്തിലും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം അവിടെ പറഞ്ഞതിന്റെ പേരിൽ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിമാനത്തിന്റെ നിരക്ക് കുറച്ചു, അല്ലെങ്കിൽ അതിന്റെ പ്രയാസങ്ങൾ അവസാനിച്ചതൊന്നും വിശ്വസിക്കാൻ മാത്രം നമുക്ക് ആർക്കും സാമാന്യബോധം നശിച്ചിട്ടൊന്നും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പാർലമെന്റ് അംഗം എന്നുള്ള നിലക്കുള്ള 5 വർഷമോ അതിനപ്പുറമോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് ഞാൻ ഇടപെടുന്ന വിഷയങ്ങളിൽ നിർബന്ധമായും ഇത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നുള്ളത് 42 സെക്കൻഡാണ് എനിക്കൊരു ചോദ്യം ആദ്യം എഴുന്നേറ്റെന്ന് പറയാൻ കഴിയും. പിന്നെ 1-2 മിനിറ്റാണ് അതിന്റെ ഉപചോദ്യം എല്ലാം കൂടെ ചേർന്ന് എനിക്ക് കിട്ടിയത്. രണ്ടാമത്തെ ദിവസം 20 മിനിറ്റിന്റെ അടുത്താണ് എനിക്കത് സംസാരിക്കാൻ കഴിയും. 42 സെക്കൻഡോ 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞതിന്റെ പേരിൽ നന്ദി അറിയിക്കുന്ന ഒരു സമൂഹം സ്നേഹത്തോടെ ഇടപെടുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ മാത്രം കാര്യമായിട്ട് ചുരുക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും പ്രയാസം ഈ ജനത അനുഭവിക്കുന്നത് കൊണ്ടാണെന്നുള്ള ഗൗരവമാണ് ഞാൻ അതിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറയുമ്പോൾ പറഞ്ഞതിന്റെ പേരിലുള്ള പിന്തുണയും സ്നേഹവും മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അത്രയും അനുഭവിച്ച ഒരു ജനതയുടെ വേദനയാണ് ആ പിന്തുണയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും പ്രയാസങ്ങൾ ഇനിയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത, അവർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളത് ഞാൻ പാർലമെന്റിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതിന് മാർക്കറ്റ് ഡ്രിവൻ എന്ന റോമന പേരിൽ ഈ കൊള്ളയെ, ഈ ചൂഷണത്തെ അത് കാലാകാലം തുടരുന്ന ഒരു സംവിധാനത്തിനെതിരായി ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ആരെങ്കിലും നിരന്തരം ശബ്ദിക്കുമെങ്കിൽ അതിലൊരു ശബ്ദം എന്റേതായിരിക്കുമെന്ന് ഈ സംഗമത്തിന് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. അത് എളുപ്പമുള്ള ഒരു ജോലിയാണെന്നോ പറഞ്ഞ പിറ്റേ ദിവസം നടക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടുമല്ല. പക്ഷെ അതിനെ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ, അതിനെ അഡ്രസ് ചെയ്യാതിരുന്നാൽ ഈ കൊള്ളക്ക് ഒരു അറുതി വരില്ല എന്നുള്ള തോന്നുന്നത് കൊണ്ടാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയി ആ വിഷയങ്ങളിൽ ഇടപെടാൻ തന്നെയാണ്. അവിടെ ലോക്സഭാ സ്പീക്കറും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യത്തിൽ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതിന്റെ ഓരോ അപ്ഡേറ്റും ഞാൻ ഫേസ്ബുക്കിലൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഞാൻ അതിന്റെ ശേഷം 3 തവണ ഞാൻ ആ മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങൾ, അന്ന് പറഞ്ഞ കാര്യങ്ങളോ അതിന്റെ ശേഷമുള്ള കാര്യങ്ങളോ ഞാൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രവാസി സംഘടനകളുടെ പ്രതിനിധികളും മന്ത്രിയുമായ ഒരു കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വാക്കും ഉറപ്പും മന്ത്രി ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും KMCC ഇൻകാസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുമായി ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മന്ത്രിയുമായിട്ടിരുന്ന് ഇതിന്റെ പരിഹാര മാർഗങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് പറയാനുള്ള അവസരം ഉണ്ടാക്കും. അതിന്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ഒക്കെ ചെയ്യുമെന്നും കൂടെ പറയുന്നു. മറ്റു പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്കും ഞാൻ ഒരുപാട് കടക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനത കേരളത്തിലുടനീളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാനും പ്രിയപ്പെട്ട ചെയർമാൻ കൂടെ ബൂത്ത് പറമ്പിൽ ഒരു ബൂത്തിൽ കയറിയിട്ട് അവിടെ വോട്ടിന്റെ കണക്ക് നോക്കാൻ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു അതിന്റെ കുഴപ്പം, ഞാൻ സ്ഥാനാർത്ഥിയാണ്, ആ സ്ഥാനാർത്ഥിയൊക്കെ ആയിരിക്കും നമ്മുടെ നടക്കൂലെന്ന്. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇത്രയും ഒരുപാട് ബൂത്ത് ഞാൻ കയറി, ഇവിടെ കൂടെ ഞാൻ കയറിയില്ല, അല്ല ഇവിടെ പറ്റൂല. ഞാൻ പറഞ്ഞു അങ്ങനെ കയറാതിരിക്കാൻ പറ്റൂല, ഞാൻ കയറുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ കയറി പിന്നെ ഒരു പ്രിസൈഡിങ് ഓഫീസർ പാവ ലേഡിങ്ങിൽ നിന്ന് ഇറക്കുക.
അങ്ങനെ വരച്ചിട്ട് അവരോട് ചോദിച്ചു. പിന്നെ അതിന്റെ ഉള്ളിൽ നിൽക്കുന്നവർ പറഞ്ഞു കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ കയറണോ വേണ്ടതെന്ന് പറയേണ്ടത് നിങ്ങളല്ല, ഇവിടുത്തെ പ്രിസൈഡിങ് ഓഫീസറാണ്. അത് നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ, ഇവരെ ബൂത്ത് ഏജന്റുമാരാരാ വേണം കിട്ടും. അതൊക്കെ കഴിഞ്ഞ് എന്റെ കണക്കൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര കൂവിളിയും ബഹളവും ഒക്കെ ഉണ്ട്. അതും ഇഗ്നോർ ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ എന്നോട് ആരും പറഞ്ഞു നിന്റെ കാല് ഞാൻ കുത്തോടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് കഴിയട്ടെ എന്നിട്ടാ ഞാൻ പോണുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടാ ഞാൻ പോണുള്ളൂ, ഞാൻ ഇവിടെ ഉണ്ടാവുന്നു പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോ ഒരു ബഹളമാണ്. ബഹളം എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോ ചെറുപ്പക്കാരനായ നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പാറക്കൽ അബ്ദുള്ള, പാറക്കൽ സാഹിബ് അവരോട് പറയാം, നിന്റെ ആരയിൽ ബോംബുണ്ടെങ്കിൽ എറിയടാ, ഇവിടെ കിടന്ന് മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പോണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു ഇത് കുറ്റ്യാടിയല്ല, കൂത്തുപറമ്പാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു കൂത്തുപറമ്പ് എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ പിന്നെ കുറെ നേരം സംഘർഷവും ഭീഷണിയും കാര്യങ്ങളൊക്കെ. പുള്ളി പറഞ്ഞ് ഞാൻ മരിക്കാൻ തയ്യാറായിട്ടാ വന്നിരിക്കും. എനിക്കാണെങ്കിൽ അപ്പം മരിക്കാനൊന്നും പോതില്ല, ഇത് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് വേണം. ഇത്രയും കഷ്ടപ്പെട്ട ഇലക്ഷൻ പ്രവർത്തനം നടത്തിയിട്ട് ജയിക്കുമെന്ന് പോകുന്നതിന് മുമ്പ് അത് മരിക്കണമെന്ന് കൂടി പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പം മരിക്കേണ്ടതൊന്നും കഴിഞ്ഞിട്ട് ഇത് എന്തായതാണെന്ന് അറിഞ്ഞിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം പുള്ളിയെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവരും. പക്ഷെ വോട്ട് എണ്ണിയപ്പോ 100, 400, 500 വോട്ട് അവര് ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ രണ്ടും ഒപ്പമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കാല് കൊത്തുന്ന് പറഞ്ഞാൽ വരെ വോട്ട് നമുക്കാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അതൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ്. ഭരണകൂടത്തിൽ ജനങ്ങളുടെ വിശ്വാസം മാത്രമല്ല, അതാത് പാർട്ടികളുടെ വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടതിന്റെ അടയാളപ്പെടുത്തൽ. അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിന് നേതൃത്വം നൽകാൻ നമ്മൾ തയ്യാറായി നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു നെസസിറ്റിയാണ്. അത് പ്രവാസ ലോകത്ത് നിങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ, അത്തരം കാര്യങ്ങൾ എത്ര മാതൃകാപരമാണെന്ന് പറഞ്ഞാൽ തീർന്നു. ഇപ്പൊ ഇവിടെ കുറെ ആളുകൾക്ക് നമ്മൾ ഉപഹാരം കൊടുക്കും. UAE നിന്ന് മാത്രം 4 കോടി രൂപ, 36 കോടി രൂപ ഈ സംസ്ഥാനത്തെ ജനതയ്ക്കൊരു ദുരിതം വന്നപ്പോൾ അതിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു പ്രസ്ഥാനം തീരുമാനിച്ചപ്പോൾ ഞാൻ വടകരയിൽ പ്രസംഗിച്ചു. അത് ആ തുകയുടെ അല്ല, അത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വലുപ്പമാണ് എന്നുള്ളതാണ് നേരത്തെ ഇവിടെ പ്രവീൺ കുമാറിനെ സൂചിപ്പിച്ചത്. അതിന് നിങ്ങൾ ഓരോരുത്തരും പോസിറ്റീവായി മത്സരിച്ച് അതിലേക്ക് നൽകിയ സംഭാവന, അതൊരു ജനത, ഒരു വലിയ ദുരന്തം വയനാട് ഉണ്ടായപ്പോൾ നിങ്ങൾ ആലോചിക്കുക. അവിടെ മൊത്തം നഷ്ടപ്പെട്ടു പോയ വീട് 100, 400 അല്ലെങ്കിൽ 400-ലധികമായി. 100 വീട് അവിടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. 100 വീട് അവിടെ കർണാടകയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ 30 വീട് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. യൂത്ത് ലീഗും എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ആഹ്വാനം നൽകിയപ്പോ അവിടെ 36 കോടി രൂപ ആ ജനതക്ക് ആശ്വാസവുമായി ഇവിടുത്തെ KMCC പ്രസ്ഥാനം ഉൾപ്പെടെ മുന്നോട്ട് വന്നു. നിങ്ങൾ ആലോചിക്കുക, അവിടെ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തില് വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട ആളുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ പ്രതിപക്ഷത്താണ്, നമ്മൾ കേന്ദ്രത്തിൽ അധികാരത്തിലല്ല, നമ്മൾ കേരളത്തിൽ അധികാരത്തിലല്ല, പക്ഷെ ജനങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോ അധികാരത്തിന്റെ തണലല്ല സേവനത്തിന്റെ വെയിൽ കൊള്ളാൻ UDF തീരുമാനിച്ചതിന്റെ ഭാഗമായി അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയാതിരിക്കാൻ പറ്റൂ. അപ്പം ജനങ്ങൾ നമ്മളെ വല്ലാതെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ഇന്നും ഇന്നലെയൊക്കെ ഉണ്ടായ സംഭവങ്ങളും പത്രസമ്മേളനവും വെളിപ്പെടുത്തലിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിന്റെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കും, അതിനനുസരിച്ച് ഉയരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ലീഗ് പ്രസ്ഥാനത്തെയും കേരളത്തിലെ UDF-നെയും പ്രാപ്തരാക്കുന്ന കാര്യത്തിൽ KMCC ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വഹിക്കുന്ന പങ്കിനെ ഈ സ്നേഹസംഗമത്തിൽ ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്. എന്നാൽ വീഴ്ചകളെ കൃത്യമായി നമ്മൾ ചോദ്യം ചെയ്യുന്നുമുണ്ട്, നമ്മൾ പോരാടുന്നുണ്ട്. നിങ്ങളിപ്പം പാർലമെന്റിലേക്കാണ് എന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കഴിഞ്ഞ 2014 മുതൽ 2024 വരെ കണ്ട കാഴ്ചയല്ല. ഞാൻ പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആരുടെയെങ്കിലും ശബ്ദത്തിന് പാർലമെന്റ് കാതോർക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വാക്കുകൾ ആ പാർലമെന്റിന്റെ മൊത്തം അറ്റൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഈ രാജ്യം തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്കല്ല, അത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കാണ് എന്നുള്ളത് അതിനകത്ത് നിന്ന് കാണാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് തുല്യമാണ്. അഖിലേഷ് യാദവും സംഘമൊക്കെ പാർലമെന്റിനകത്തേക്ക് കയറി വരുമ്പോൾ കാണേണ്ട കാഴ്ച തന്നെയാണ്.
അവിടെ അത്രയും ആളുകൾ നിങ്ങൾ ആലോചിക്കണം. അയാള് അഖിലേഷ് യാദവ് ആ അയോധ്യയിലെ MP വരെ മുമ്പിൽ അയാളെ കൂടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. എല്ലാ വിഭജന വിഭാഗീയ രാഷ്ട്രീയത്തിലും ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം നൽകിയ കൃത്യമായ സന്ദേശമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പെന്ന കാര്യത്തിന് സംശയം വേണ്ട. ചില ഇലക്ഷൻ പണ്ഡിറ്റുകൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ നടത്തിയ പ്രചരണങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ ചില നടത്തിയ പ്രചരണങ്ങളും മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിത്രം ഇതിലും വ്യത്യസ്തമാകുമായിരുന്നു. UP-യിലെ 41 സീറ്റ് വരെ തന്നു എന്നുള്ളതിന്റെ അർത്ഥം ഡോണ്ട് ടേക്ക് പീപ്പിൾ ഫോർ ഗ്രാൻഡഡ് എന്ന് തന്നെയാണ്. ജനങ്ങളോട് എന്തുവാകാം എന്നുള്ളത് ഭരണകൂടങ്ങൾക്ക് ചിന്തിക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്. അപ്പൊ അതിന് ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ PK ഫിറോസ് സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ ഇതുവരെ നടത്തിയ സമരങ്ങളുടെ പേരിൽ, ഇതുവരെ നടത്തിയ ഇടപെടലുകളുടെ പേരിലൊക്കെ ഒരുപാട് തവണ ഞങ്ങൾ പല വേദികളിലും ഒന്നിച്ച് പ്രസംഗിക്കുമ്പോൾ ഇടപെടുമ്പോഴൊക്കെ പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അഭിമാനത്തോടെ സന്തോഷത്തോടെ വലിയ അംഗീകാരത്തോടെ തന്നെ പറയാം, വൈറ്റ് ഗാർഡിന്റെ സേവനങ്ങൾ തീർച്ചയായിട്ടും ഈ മേഖലയിൽ പുതിയ ചരിത്രം തന്നെയാണ് എഴുതി ചേർത്തത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ കണ്ടിന്യൂസ് ആയി ജനപക്ഷത്ത് നമ്മൾ നിൽക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ഇടപെടുക, ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ടാക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം നാട്ടിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇത്ര നേരം വൈകിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരുന്നതിന്, വന്നതിന്, കാത്തിരുന്നതിന്, കേട്ടതിന്, ഞങ്ങൾക്ക് സ്നേഹവും പിന്തുണയും നൽകിയതിന് ഞാൻ നാട്ടിൽ പറയുന്ന വാചകം പറയുന്നു. ഞാൻ നന്ദി വാക്കുകൊണ്ട് പറയുന്നില്ല, എന്റെ നന്ദി പ്രവൃത്തിയിലൂടെ കാണിക്കുമെന്ന് ഈ പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ പ്രവർത്തകർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിനെ മനോഹരമാക്കിയ എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് UDF. താങ്ക് യു. ഹലോ പ്രിയമുള്ളവരെ, അബുദാബിയിലെ പ്രവാസി